ഹായ് മക്കളെ, ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ ചെയ്താൽ ഇൻവേഴ്സിൽ ഇതാണ് ക്വസ്റ്റ്യൻ. ടാൻ ഇൻവേഴ്സ് റൂട്ട് ഓഫ് 1 മൈനസ് കോസ് എക്സ് ഡിവൈഡഡ് ബൈ 1 പ്ലസ് കോസ് എക്സ് ആണ്. നമുക്ക് തന്നെ അറിയാം ടാൻ ഇൻവേഴ്സ് ടാൻ തീറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ മീനിങ് എന്താടാ? തീറ്റയാണ് അല്ലേ? അത് നമ്മൾ ഓൾറെഡി പഠിച്ചു വെച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇവിടെ നമുക്ക് അത് ചെയ്യണ്ടേ? ടാൻ ഇൻവേഴ്സ് ആ ഒരു ടേമിന് നമുക്ക് ടാനിൻ്റെ ഫോമിൽ വരണം. അപ്പോൾ ആദ്യം മക്കൾ പഠിക്കേണ്ട ഒരു കേസ് 1 മൈനസ് കോസ് എക്സ് വന്നാലും 1 പ്ലസ് കോസ് എക്സ് വന്നു കഴിഞ്ഞാലും നമ്മൾ എന്താണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടതെന്നാണ്. അപ്പോൾ നമുക്ക് എടുക്കാമല്ലോ. ടാൻ ഇൻവേഴ്സ് ഇത് പഠിച്ചു വെക്കണം കേട്ടോ. റൂട്ട് ഓഫ് 1 മൈനസ് കോസ് എക്സിന് പകരം നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക 2 സൈൻ സ്ക്വയർ എക്സ് ബൈ 2 ആയിരിക്കും. അതുപോലെ തന്നെ 1 പ്ലസ് കോസ് എക്സ് വന്നു കഴിഞ്ഞാൽ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് 2 കോസ് സ്ക്വയർ എക്സ് ബൈ 2 ആയിരിക്കും. ഇത് പഠിച്ചു കഴിഞ്ഞാൽ തന്നെ കുറേ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവിടെ എന്താ ചെയ്യുക? ദേ 2 2 ക്യാൻസൽ ചെയ്ത് കളഞ്ഞു. അപ്പോൾ ബാക്കി എന്ത് വരും? ടാൻ ഇൻവേഴ്സ് നമുക്ക് തന്നെ അറിയാം എന്താണ് സൈൻ സ്ക്വയർ ബൈ കോസ് സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. സൈൻ സ്ക്വയർ ബൈ കോസ് സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടാൻ സ്ക്വയർ ആണ്. അപ്പോൾ ടാൻ സ്ക്വയർ നമ്മളുടെ ആംഗിൾ ഇവിടെ എക്സ് ബൈ 2 ആണ്. ഇനി ഒരു റൂട്ടിൻ്റെ ടൈമും ഒരു സ്ക്വയറിൻ്റെ ടൈമും വന്നു കഴിഞ്ഞാൽ അത് എന്തായിട്ട് പൊക്കോളും? ക്യാൻസൽ ആയി പൊക്കോളും അല്ലേ? അപ്പോൾ നമുക്ക് എഴുതാം ടാൻ ഇൻവേഴ്സ് ടാൻ എക്സ് ബൈ 2. ആ സ്ക്വയറും ഇതും ക്യാൻസൽ ആയിട്ട് എന്ത് വന്നടാ? ടാൻ എക്സ് ബൈ 2. ഇനി അടുത്ത സ്റ്റെപ്പ് എന്താ? ടാൻ ഇൻവേഴ്സ് ടാൻ തീറ്റ എന്ന് പറഞ്ഞാൽ തീറ്റ അല്ലേ? അപ്പോൾ ഇവിടെ എന്തായിരിക്കും ആൻസർ വരിക? എക്സ് ബൈ 2. ഇത്രേ ഉള്ളൂ.